അപ്പോൾ നമ്മൾ AES ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. AESൻ്റെ എൻക്രിപ്ഷൻ ശരിക്കും നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാനുള്ളത് AESൻ്റെ ഡീക്രിപ്ഷൻ സൈഡാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ 2 നോട്ടുകൾ AESനെ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ക്ലാസ് റൂം വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ശരിക്കും ലെക്ചർ നോട്ട്സാണ്. അതായത് അത്യാവശ്യം പഠിപ്പിക്കേണ്ട സമയത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് കാണിക്കാൻ വേണ്ടി നമ്മുടെ SBOX ഒക്കെ കൺസെപ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള നോട്ടാണ് LEC നോട്ട്, ലെക്ചർ നോട്ട് എന്നുള്ള ടേമിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങളുടെ എക്സാക്ട് നോട്ടാണ്. ഇതിനനുസരിച്ച് മാത്രം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതിയാവും. അപ്പം എന്തായാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മറ്റേ ലെക്ചർ നോട്ടും കൂടെ വെച്ച് പഠിക്കുക. പക്ഷേ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ, കണ്ടൻറ്റ് എഴുതുമ്പോൾ ഇത് നോക്കി പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് AESൻ്റെ ഡീക്രിപ്ഷൻ നോക്കണം. ഓക്കെ, മറ്റ് അൽഗോരിതംസ്, ദാറ്റ് മീൻസ് നമ്മൾ ഇതുവരെ പഠിച്ച DS ആയാലും ഐഡിയയിലായാലും വളരെയധികം എംഫസിസ് ഒന്നും നമ്മൾ ഡീക്രിപ്ഷൻ സൈഡിൽ എടുത്തിരുന്നില്ല. നമ്മൾ ജസ്റ്റ് പറയുന്നത് ഇതായിരുന്നു, DS ആയാലും ഐഡിയ ആയാലും എൻക്രിപ്ഷൻ സൈഡിൽ എന്ത് നടക്കുന്നു അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ ആയിരുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ സൈഡിൽ, റിസീവർ സൈഡിൽ നടക്കുന്നത്. അത്രയും നമുക്ക് പറയാനുള്ളൂ. അതേസമയം AESൻ്റെ ഡീക്രിപ്ഷൻ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമുണ്ട്. ബിക്കോസ് നോട്ട് ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ ഇസ് ദാറ്റ് ഓഫ് എൻക്രിപ്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഡീക്രിപ്ഷൻ സൈഡ്. അതാണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയണം. വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ കുറച്ച് ട്വിസ്റ്റിംഗ് മാനറിലാണ് ഇവിടെ ഡീക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കിപ്പോൾ എൻക്രിപ്ഷൻ എങ്ങനെയായിരുന്നു? നോക്കി എൻക്രിപ്ഷൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ബ്ലോക്കിൻ്റെ സൈസ് 128 ബിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 4 വേർഡ് സൈസുള്ള 128 ബിറ്റ് സൈസുള്ള ഒരു ബ്ലോക്കാണ് ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. ഈ ഓരോ ബ്ലോക്കും ഒരു സ്റ്റെപ്പ് ആദ്യം അണ്ടർഗോ ചെയ്യും, പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഇതിനകത്ത് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പാണുള്ളത്. അതിനുശേഷമാണ് റൗണ്ട് 1 മുതൽ റൗണ്ട് 10 വരെ അണ്ടർഗോ ചെയ്യുന്നത്. ഓരോ റൗണ്ടിലും 4 സ്റ്റെപ്സ് വീതമുണ്ട്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ റൗണ്ടിലും നടക്കുന്ന സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് ഷിഫ്റ്റ് റോ, തേർഡ് സ്റ്റെപ്പ് മിക്സ് കോളം, ഫോർത്ത് സ്റ്റെപ്പ് ആഡ് റൗണ്ട് കീ. ഇനി റൗണ്ട് 10 ആണെങ്കിലോ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നമുക്ക് മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പില്ല, ബാക്കി എല്ലാ സീക്വൻസും സെയിം തന്നെയാണ്. റൗണ്ട് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോ, ആഡ് റൗണ്ട് കീ. ഓക്കെ, എത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡീക്രിപ്ഷൻ സൈഡിൽ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് കഴിഞ്ഞിട്ടാണ് ഷിഫ്റ്റ് റോ. പക്ഷേ ഡീക്രിപ്ഷൻ സൈഡിൽ അങ്ങനെയല്ല, ഷിഫ്റ്റ് റോ, ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ കഴിഞ്ഞിട്ടാണ് ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ എൻക്രിപ്ഷൻ സൈഡിൽ നടന്ന ആദ്യത്തെ 2 സ്റ്റെപ്സ് അതിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതായത് ഇനി ഉള്ള ഡീക്രിപ്ഷൻ സൈഡിൽ ഷിഫ്റ്റ് റോസിൻ്റെ ഇൻവേഴ്സ് ആദ്യം നടക്കും, അതിനുശേഷമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൻ്റെ ഇൻവേഴ്സ് നടക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ 4ാമത്തെ സ്റ്റെപ്പ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന പ്രോസസ്സ് ആദ്യം നടക്കും, അതായത് 3ാമത് നടക്കും, 4ാമതായിരിക്കും ഇൻവേഴ്സ് മിക്സ് കോളം നടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സിൻ്റെ ഡീക്രിപ്ഷൻ സൈഡ് റൗണ്ട്. ഓരോ റൗണ്ടിലും ഡീക്രിപ്ഷൻ സൈഡിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇൻവേഴ്സ് ഷിഫ്റ്റ് കീ, പിന്നെ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, പിന്നെ ആഡ് റൗണ്ട് കീ, പിന്നെ ഇൻവേഴ്സ് മിക്സ് കോളം. അപ്പോൾ ശരിക്കും ഇൻവേഴ്സ് പ്രൊസീജിയേഴ്സ് വരുന്നത് ഈ പറയുന്ന ഷിഫ്റ്റ് റോ, സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, മിക്സ് കോളം, ആഡ് റൗണ്ട് കീ സെയിം പ്രൊസീജിയർ ആസ് ദാറ്റ് ഓഫ് എൻക്രിപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ശരിക്കും ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്താണ് എൻ്റെ ഇൻവേഴ്സ് പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഷിഫ്റ്റ് റോസിൻ്റെ ഇൻവേഴ്സ് നോക്കാം. ഓക്കെ, ഇൻവേഴ്സ് ഷിഫ്റ്റ് റോസ് ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഷിഫ്റ്റ് റോയിൽ നിന്ന് സാധാരണഗതിയിൽ നിങ്ങൾ എന്താ ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? നമുക്ക് 4 റോയും 4 കോളവും അടങ്ങുന്ന ഒരു അറയുടെ രൂപത്തിലല്ലേ നമുക്ക് ഇൻപുട്ടായിട്ട് ഷിഫ്റ്റ് റോയിലോട്ട് വരുന്നത് എൻക്രിപ്ഷൻ സൈഡിൽ. അപ്പം 0, 1, 2, 3 അങ്ങനെ 4 റോസ് ആയിട്ടായിരുന്നു നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തത്. 0th റോ ആണെങ്കിൽ 0 നമ്പർ ഓഫ് ടൈംസ് ലെഫ്റ്റ് സർക്കിൾ ഷിഫ്റ്റ് ചെയ്യുക. ഫസ്റ്റ് റോ ആണെങ്കിൽ 1 തവണ നമ്പർ ലെഫ്റ്റ് സർക്കിൾ ഷിഫ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ റോ ആണെങ്കിൽ 2 തവണ ലെഫ്റ്റ് സർക്കിൾ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയായിരുന്നു. ഇവിടെ നമുക്ക് നേരെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th റോ ആണെങ്കിൽ 0 നമ്പർ ഓഫ് ടൈംസ് റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് റോ ആണെങ്കിൽ 1 തവണ റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്താൽ മതി. സെക്കൻഡ് റോ ആണെങ്കിൽ 2 തവണ, തേർഡ് റോ ആണെങ്കിൽ 3 തവണ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫർദർ കൺഫ്യൂഷൻ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു നമ്പർ യുവർ റോ ഇൻ ടേംസ് ഫ്രം 0 to 3. 0 to 3 വെച്ച് നമ്പർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. 0th റോ ആണെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഫസ്റ്റ് റോ ആണെങ്കിൽ 1 വട്ടം, സെക്കൻഡ് റോ ആണെങ്കിൽ 2, തേർഡ് റോ ആണെങ്കിൽ 3. അങ്ങനെ 0 to 3 വെച്ചായിരിക്കും ആ 4 റോയിനെ ഡിഫൈൻ ചെയ്യുന്നത് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ. അടുത്ത ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്.
നേരത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ എന്തായിരുന്നു, തീർച്ചയായിട്ടും നമുക്കൊരു എസ് ബോക്സ് എന്ന് പറയുന്ന വലിയൊരു ടേബിൾ ഉണ്ടായിരുന്നു അല്ലേ. ആ ടേബിൾ നോക്കിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമുക്ക് ഏതൊക്കെ സെല്ലുകൾ 8 ബിറ്റ് അടങ്ങുന്ന ഓരോ സെല്ലിനെയും ഏതൊക്കെ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരുന്നത്. അതേപോലെ വേറൊരു ടേബിൾ നമുക്കുണ്ട്, ഇൻവേഴ്സ് എസ് ബോക്സ് എന്ന് പറയുന്ന വേറൊരു ടേബിൾ. ശ്രദ്ധിക്കുക, രണ്ട് ടേബിളാണ്. നമ്മൾ എൻക്രിപ്ഷൻ സൈഡിൽ യൂസ് ചെയ്യുന്ന അതേ എസ് ബോക്സ് ടേബിൾ അല്ല ഡീക്രിപ്ഷൻ സൈഡിൽ യൂസ് ചെയ്യുന്നത്, ഒരു ഇൻവേഴ്സ് എസ് ബോക്സ് ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2, 5 എന്ന് പറയുന്ന ഒരു ഡേറ്റ നമുക്കുണ്ടതെങ്കിൽ നമ്മൾ ഡീക്രിപ്ഷൻ സൈഡിൽ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ എന്ത് വെച്ചായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത് നോക്കിയേ, രണ്ടാമത്തെ റോ 5ാമത്തെ കോളം C2 എന്ന് പറയുന്ന വാല്യൂ വെച്ചായിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 2, 5 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെല്ലിലെ വാല്യൂ C2 എന്ന് പറയുന്ന വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. തിങ് ഇസ് ദാറ്റ് നമ്മൾ ഈ പറയുന്ന ഇൻവേഴ്സ് എസ് ബോക്സ് വെച്ചാണ് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയർ ഇൻ ദ ഡീക്രിപ്ഷൻ സൈഡ് ചെയ്യുന്നത്. അതാണ് ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു, ഇൻവേഴ്സ് ഷിഫ്റ്റ് റോയും ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ആഡ് റൗണ്ട് കീ. ശ്രദ്ധിക്കുക, ആഡ് റൗണ്ട് കീയിൽ നമ്മൾ എൻക്രിപ്ഷൻ സൈഡിൽ എന്താണോ ചെയ്തിരുന്നത് അതേ സെയിം കാര്യങ്ങളാണ് ഇവിടെയും ചെയ്യുന്നത്. ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഈ ആഡ് റൗണ്ട് കീയിൽ മാത്രമാണ് കീയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ആഡ് റൗണ്ട് കീയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവർക്ക് കിട്ടുന്ന ഇൻപുട്ടും നമുക്ക് ഒരു കീ അല്ലേ, 4 വേർഡുകൾ 4 സബ് കീസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, 4 സബ് കീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ 4 സബ് കീയുമായിട്ട് എക്സോർ ചെയ്യും. അതാണ് ആഡ് റൗണ്ട് കീ. അപ്പോൾ ഇവിടെയും സെയിം പ്രൊസീജിയർ തന്നെയാണ്, എക്സോർ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടും ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വേർഡും, ഓക്കെ, അതായത് അവസാനം യൂസ് ചെയ്ത വേർഡായിരിക്കും ഇവിടെ നമ്മൾ ആദ്യം ഡീക്രിപ്ഷൻ സൈഡിൽ യൂസ് ചെയ്യുന്നത്. അതായത് അവസാനം യൂസ് ചെയ്ത എൻക്രിപ്ഷൻ സൈഡിൽ അവസാനം യൂസ് ചെയ്ത സബ് കീ ആയിരിക്കും ഡീക്രിപ്ഷൻ സൈഡിൽ ആദ്യം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സെയിം 4 കീസ്, ഓക്കെ, അതായത് W36, 37, 38, 39 എന്ന് പറയുന്ന 36, 37, 38, 39 എന്ന് പറയുന്ന സബ് കീസ് ആയിരിക്കും നമ്മുടെ റൗണ്ട് 1 ആഡ് റൗണ്ട് കീയിൽ എക്സോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്നറിയാമല്ലോ, നേരത്തെ പറഞ്ഞ അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് 36 to 39 വന്നു, 40 to 43 എന്ന് പറയുന്ന അവസാനത്തെ 44 സബ് കീസാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. 0 to 43 എന്ന് പറയുന്ന വേർഡിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ 40 to 43 നമ്മൾ ഓൾറെഡി ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൈനിങ് വരുന്നതാണ് എന്ത്, 36 to 39. അതായത് എൻക്രിപ്ഷൻ സൈഡിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആഡ് റൗണ്ട് കീ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഡീക്രിപ്ഷൻ സൈഡിലും അതുപോലെ തന്നെ ആഡ് റൗണ്ട് കീ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ഈ 2 സ്റ്റെപ്പുകളിലും നമുക്ക് കീയുടെ ആവശ്യമുണ്ട്. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ അവസാനം യൂസ് ചെയ്ത എൻക്രിപ്ഷൻ സൈഡിൽ അവസാനം യൂസ് ചെയ്ത 4 സബ് കീസ് ആയിരിക്കും ഡീക്രിപ്ഷൻ സൈഡിൽ ആദ്യം യൂസ് ചെയ്യുന്നത്. എൻക്രിപ്ഷൻ സൈഡിൽ അവസാനം യൂസ് ചെയ്ത 4 സബ് കീസ് ഡീക്രിപ്ഷൻ സൈഡിൽ ആദ്യമേ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ക്ലിയർ ആയി. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇൻവേഴ്സ് മിക്സ് കോളംസ്. നമ്മുടെ മിക്സ് കോളം എന്തായിരുന്നു, നമ്മുടെ എൻക്രിപ്ഷൻ സൈഡിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ. അതേ സെയിമിൻ്റെ ഇൻവേഴ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇൻവേഴ്സ് മിക്സ് കോളത്തിൽ എന്താണ് നടക്കുന്നത്, ജസ്റ്റ് റിവേഴ്സ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊസീജിയർ ആസ് ദാറ്റ് ഓഫ് നമ്മുടെ ഡീക്രിപ്ഷൻ തന്നെയാണ്. എൻ്റെ ഫിഗേഴ്സ് ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ദ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമ്മൾ മിക്സ് കോളത്തിൽ എന്താ ചെയ്തത്, ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അല്ലേ. ഞാൻ ആ എൻക്രിപ്ഷൻ ഒന്ന് കാണിച്ചു തരാം. എൻക്രിപ്ഷൻ സൈഡ് ഇതുപോലെ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു 4x4 മെട്രിക്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയിൽ ഓരോ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ഒരു 4x1 മെട്രിക്സ് ജനറേറ്റ് ചെയ്തു. അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിലെ ഫസ്റ്റ് കോളമായിട്ട് മാറുന്നത്. ഇതേപോലെ സബ്സിക്വൻ്റ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി കോളം നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു വിത്ത് പ്രീ ഡിഫൈൻഡ് 4x4 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്ന സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് മെട്രിക്സ് വെച്ചായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇൻവേഴ്സ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ടായിരിക്കും ഈ പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇതേപോലെ ചെയ്യുന്നത്. അതേ ഉള്ളൂ ഒരു വ്യത്യാസം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഡീക്രിപ്ഷൻ. അപ്പം ക്ലിയർ ആയല്ലോ. ഇതാണ് സബ്സിക്വൻ്റ് ആയിട്ട് ഓരോ റൗണ്ടിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ദ തിങ് ഇസ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് റൗണ്ട്, ദാറ്റ് മീൻസ് ഡീക്രിപ്ഷൻ സൈനിൽ റൗണ്ട് 10 നമുക്ക് ഇൻവേഴ്സ് മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഇൻവേഴ്സ് മിക്സ് കോളം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതാണ് ശരിക്കുമുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും AESൻ്റെ ഡീക്രിപ്ഷൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് നോക്കിക്കൊള്ളണം. അടുത്ത് നമുക്ക് പറയാനുള്ളത് കീ എക്സ്പാൻഷൻ്റെ കാര്യം. അപ്പം നമ്മൾ കീയുടെ കാര്യം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എത്ര കീയാണ് നമുക്കുള്ളത്, ശരിക്കും നമുക്ക് 128 ബിറ്റ് സൈസുള്ള ഒരു കീയാണ് ആദ്യമേ ഉള്ളത്. ഈ 128 ബിറ്റിനെയാണ്
പല രീതികളിലും സ്പ്ലിറ്റപ്പ് ചെയ്ത് ഓരോ റൗണ്ടിനും 4 സബ് കീസ് വീതം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് 44 സബ് കീസ് നമുക്ക് 10 റൗണ്ടിലേക്ക് വേണ്ടി വരുന്നു? ഓരോ റൗണ്ടിലും 4 സബ് കീസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 40 സബ് കീസ് വേണം. പക്ഷേ ഒരു റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്നൊരു സ്റ്റെപ്പുണ്ട്, അതിന് 4 സബ് കീസ് വേണ്ടി വരുന്നുണ്ട്. അപ്പം നാച്ചുറലി 40 + 4 44 സബ് കീസാണ് വേണ്ടി വരുന്നത്. ഓരോ സബ് കീയുടെയും സൈസ് എത്രയാണ്? ഒരു വേർഡ് സൈസാണ്, അതായത് 32 ബിറ്റാണ്. ഓക്കെ, ഒരു സബ് കീയുടെ സൈസ് 32 ബിറ്റാണ്, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 1 വേർഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സബ് കീസ് ഒരു റൗണ്ടിൽ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? 32 × 4 128 ബിറ്റ് സബ് കീ ശരിക്കും കൊടുക്കുന്നുണ്ട്, അതായത് 4 വേർഡുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ഓരോ റൗണ്ടിലും, അതായത് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഏത് റൗണ്ടിലും നമ്മൾ ഈ കീ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൗണ്ടിലെ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പിനാണ് ശരിക്കും ഈ കീയുടെ ആവശ്യം. അല്ലാതെ മറ്റ് സ്റ്റെപ്പുകൾക്കൊന്നും ഷിഫ്റ്റ് റോയോ മിക്സ് കോളോ ഇതിനൊന്നും എന്തില്ല, കീയുടെ ആവശ്യമില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ഈ 128 ബിറ്റ് ആയിട്ടുള്ള കീ, ഓക്കെ, എന്താ K0 K1 K2 K3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ കീ ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു കീ അറേ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യും. എക്സ്പാൻഡഡ് കീ അറേ അല്ല, ഇത് വെറും കീ അറേ ആണ്. ഓക്കെ, ആദ്യം ഇങ്ങനെ എഴുതും. അപ്പം ഇനി എനിക്ക് 1 by 1 ഓരോ സബ് കീസും ജനറേറ്റ് ചെയ്ത് അതാത് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതാത് റൗണ്ടുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ K0 K1 K2 K3 എല്ലാം നമ്മൾ W0 എന്ന് പറയുന്നൊരു വേർഡായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. K0 8 ബിറ്റാണ്, K1 8 ബിറ്റാണ്, K2 8 ബിറ്റാണ്, K3 8 ബിറ്റാണ്. അങ്ങനെ നമുക്ക് 32 ബിറ്റ് സൈസുള്ള W0 എന്ന് പറയുന്ന വേർഡ് കിട്ടി. K4 K5 K6 K7 എന്ന് പറയുന്ന W1, അങ്ങനെ W2 W3 കിട്ടി. ഈ ഓരോ വേർഡും ഇൻഡിവിജ്വലി നമ്മൾ എടുക്കും. ഇൻഡിവിജ്വലി ഈച്ച് ആൻഡ് എവറി വേർഡ് നമ്മൾ 1 by 1 എടുക്കും. അതായത് W0 എന്ന് പറയുന്ന വേർഡ് എടുത്തിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യിക്കും. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് 4 ബൈറ്റ് അല്ലേ? ഓക്കെ, 4 ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ഓക്കെ, അപ്പം 4 ബൈറ്റ്, ദാറ്റ് മീൻസ് 4 × 8 32. അതായതുകൊണ്ടാണ് ഈ വേർഡ് എൻ്റെ സൈസ് 32 ബിറ്റ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഓരോ വേർഡും, ദാറ്റ് മീൻസ് W0 എന്ന് പറയുന്ന ഫസ്റ്റ് വേർഡാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ വേർഡിന് തീർച്ചയായിട്ടും 4 ബൈറ്റ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. B0 B1 B2 B3 എന്ന ടേമിൽ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഒരു റൊട്ടേറ്റ് ഓപ്പറേഷൻ ചെയ്യിക്കും. ഓക്കെ, റൊട്ടേറ്റ് ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് ഒരു സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് റൊട്ടേഷൻ ഓപ്പറേഷൻ ചെയ്യിക്കും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് റൊട്ടേഷൻ ഓപ്പറേഷൻ ചെയ്യും. അപ്പം ലെഫ്റ്റ് ഷിഫ്റ്റ് സർക്കുലർ റൊട്ടേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ B0 എന്നുള്ളത് നേരെ റൈറ്റിലോട്ട് പോകും. B1 ആയിരിക്കും ആദ്യം വരുന്നത്, B2 B3 B0. B0 B1 B2 B3 എന്നുള്ളത് ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും B1 B2 B3 B0 എന്നുള്ള ടേംസിലാവും. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ബോക്സ്, വേറൊരു S ബോക്സിൻ്റെ സഹായത്തോടു കൂടി മറ്റെന്തെങ്കിലും ബൈറ്റിലോട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട S ബോക്സ് പോലെയുള്ള വേറൊരു എക്സ് ബോക്സ് ഉണ്ട്. അത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ വേറൊരു എക്സ് ബോക്സ് ഉണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന B1 വേറൊരു വാല്യൂ വെച്ച് B1 ഡാഷ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, B2 വേറൊരു B2 ഡാഷ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അങ്ങനെ B3 B0 വേറെ ബൈറ്റുകൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിന് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ XOR ഓപ്പറേഷൻ ചെയ്യും. XOR ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചാണ് XOR ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ B1 എന്ന് പറയുന്നത്, B1 ഡാഷ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്, B2 ഡാഷ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്, B3 ഡാഷ് 8 ബിറ്റ്, B4 ഡാഷ് 8 ബിറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 32 ബിറ്റാണ് ഈ B1 B2 B3 B0 ഡാഷ് ഒക്കെ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു 32 ബിറ്റായിട്ടുള്ള മറ്റൊരു ഡേറ്റ വെച്ച് നമുക്ക് XOR ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ RC എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ വെറും 8 ബിറ്റാണ്. അപ്പം RC എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ 0 1 എന്ന് പറയുന്നത് നമ്മുടെ RCയുടെ വാല്യൂ, 5ാമത്തെ റൗണ്ടാണ് നിൽക്കുന്നതെങ്കിൽ 10 ആണ്, 9th റൗണ്ടാണെങ്കിൽ 1B ആണ്. അപ്പം അങ്ങനെ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് RCയുടെ വാല്യൂ എന്താണെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം RCയുടെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ടേബിൾ നോക്കിയിട്ട് നമ്മൾ ഏത് റൗണ്ടിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ച്, ഏത് റൗണ്ടിലേക്കുള്ള കീ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള RC വാല്യൂ നമ്മൾ ഈ ടേബിളിൽ നോക്കി എഴുതും. പക്ഷേ ഇത് തിങ് ഇസ് ദാറ്റ് ഇത് വെറും 8 ബിറ്റ് ആവുന്നുള്ളൂ. 1B എന്നൊക്കെ പറഞ്ഞാൽ വെറും 8 ബിറ്റാണ്. പക്ഷേ നമുക്ക് 32 ബിറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് വേണം XOR ചെയ്യാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ബാക്കിയെല്ലാം സീറോസ് ആക്കി കൊടുത്ത് അതിനെ 32 ബിറ്റാക്കി റെപ്രസെൻറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിനെ XOR ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വേറൊരു വേർഡ് കിട്ടും. ഈ വേർഡായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേർഡായിരിക്കും ശരിക്കും നമ്മുടെ ഇപ്പം നമ്മൾ W0യുടെ കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ W എന്തായി മാറി, 4 ആയി മാറി. ഇത്രയും പ്രൊസീജിയർ ചെയ്തപ്പോൾ W0 എന്നുള്ളത് W4 ആയി മാറി. ഇനി ഇതുപോലെ W1ലും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം W1ൽ ചെയ്യുമ്പോൾ W5 കിട്ടും, W2ൽ ചെയ്യുമ്പോൾ W6 കിട്ടും, W3ൽ ചെയ്യുമ്പോൾ W7 കിട്ടും. ക്ലിയർ ആണോ? അങ്ങനെ ഈ പറയുന്ന W4 W5 W6 W7 ആയിരിക്കും ഞാൻ ഒരു പെർട്ടിക്കുലർ റൗണ്ടിലേക്ക്
4 സബ് കീയുടെ രൂപത്തിൽ അവരുടെ ആഡ് റൗണ്ട് കീയുടെ സ്റ്റെപ്പിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെയിം സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് അടുത്ത റൗണ്ടുകളിലെ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ക്ലിയർ ആണല്ലോ, ഇതാണ് ആക്ച്വലി കീ ജനറേഷൻ ഓഫ് AES എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ വായിച്ച് നോക്കുക. സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കീ ജനറേഷൻ ഓഫ് AES. ഓക്കെ, അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റുമാണ്. അടുത്ത നമുക്ക് നോക്കാൻ ഉള്ളത് സ്ട്രീം സിഫറാണ്. ആക്ച്വലി നമ്മൾ പണ്ട് കൺവെൻഷനലി യൂസ് ചെയ്തിരുന്ന എല്ലാ സിഫേഴ്സും സ്ട്രീം സിഫേഴ്സ് ആയിരുന്നു അല്ലേ? കൺവെൻഷനലി യൂസ് ചെയ്തിരുന്ന എല്ലാ സിഫേഴ്സും, ദാറ്റ് മീൻസ് സിമെട്രിക് കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അസിമെട്രിക് നമ്മൾ തുടങ്ങിയിട്ടില്ല, അത് നമ്മളിനി തേർഡ് മോഡ്യൂൾ തുടങ്ങത്തേ ഉള്ളൂ. ഇതുവരെയും പഠിച്ചിരുന്ന എല്ലാം സിമെട്രിക് കൺസെപ്റ്റാണ്. സെയിം കീ ഈസ് ബീങ് യൂസ് ഇൻ ദ സെൻറ്റർ ആൻഡ് ദ റിസീവർ സൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന സെയിം കീ സെൻറ്ററിലും റിസീവറിലും യൂസ് ചെയ്യുന്ന കൺവെൻഷനൽ ടെക്നിക്ക് ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ. നമ്മുടെ സീസർ സിഫർ, വെർണം സിഫർ, വിഗ്നസ് സിഫർ, പ്ലേഫെയർ സിഫർ, ഇതെല്ലാം സിമെട്രിക് ആയിട്ടുള്ള സ്ട്രീം സിഫേഴ്സ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ബിറ്റ് അല്ലെങ്കിൽ മാക്സിമം 8 ബിറ്റ് വരെ മാത്രമേ എൻക്രിപ്ഷൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കൺവെൻഷനലി പഠിച്ച ബ്ലോക്ക് സിഫേഴ്സ് ആയിരുന്നു നമ്മുടെ DS, AES, ഐഡിയ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ മോഡേൺ ആയിട്ട് പിന്നെ ഇൻവെൻറ്റ് ചെയ്ത ഒരേ ഒരു സ്ട്രീം സിഫറാണ് RC4. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഒരേ ഒരു മോഡേൺ സ്ട്രീം സിഫർ RC4. അപ്പം എന്താണ് സ്ട്രീം സിഫർ എന്നുള്ളത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. സ്ട്രീം സിഫറിൽ നാച്ചുറലി നടക്കുന്ന ബേസിക് ഓപ്പറേഷൻ XOR ഓപ്പറേഷനാണ്. അതായത് ഈച്ച് ആൻഡ് എവറി പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൽ ലെറ്റർ ഇങ്ങോട്ട് എടുക്കും, നിങ്ങളുടെ കീയുമായിട്ട് XOR ചെയ്യും, കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും, നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യും. രണ്ടാമത്തെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ലെറ്റർ എടുക്കും, ക്യാരക്ടർ എടുക്കും, അതിനെ കറസ്പോണ്ടിങ് കീയുമായിട്ട് XOR ചെയ്യും. അപ്പം ബേസിക് XOR ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ DS-ലും IDA-ലും ഒക്കെ പറയുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന ടേബിൾ യൂസ് ചെയ്ത് ഷിഫ്റ്റ് റോ, മിക്സ് കോളം, മെട്രിക്സ് മൾട്ടിപ്ലിക്സ് ഇതൊന്നും ചെയ്യുന്നില്ല. സിമ്പിൾ ഫോമിലാണ് സ്ട്രീം സിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ളത്. ഇനി വാട്ട് ആർ ദ ഡിസൈൻ കൺസിഡറേഷൻ ഫോർ എ സ്ട്രീം സിഫർ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്ട്രീം സിഫറിൻ്റെ ഡിസൈൻ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്ട്രീം സിഫർ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ എൻക്രിപ്ഷൻ പ്രൊസീജിയർ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുള്ളതായിരിക്കണം. ദാറ്റ് മീൻസ് പെട്ടെന്ന് എൻക്രിപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രീം സിഫർ ആയിരിക്കരുത് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അറ്റാക്കേഴ്സിന് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഡേറ്റ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കത്തുള്ളൂ. പെട്ടെന്ന് എൻക്രിപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിഫർ ടെക്സ്റ്റിന് നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാൻ അറ്റാക്കേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എൻക്രിപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ്ങർ പീരീഡ് ആയിരിക്കണം. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? ദ കീ സ്ട്രീം ഷുഡ് ഹാവ് അപ്രോക്സിമേറ്റ്ലി ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ റാൻഡം നമ്പർ. ദാറ്റ് മീൻസ് ശ്രദ്ധിക്കുക, നമ്മൾ ഈ കീ എന്ന് പറയുന്ന സംഭവം അല്ലേ, ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സും ഇങ്ങോട്ട് എടുക്കുന്നു, കറസ്പോണ്ടിങ് കീ ആയിട്ട് XOR ചെയ്യുന്നു, വിടുന്നു, സിഫർ ടെക്സ്റ്റ് ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വിടുന്നു, അടുത്ത പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ എടുക്കുന്നു, അടുത്ത കീ എടുക്കുന്നു, XOR ചെയ്യുന്നു, വിടുന്നു. അപ്പം കീ ജനറേഷൻ ഇങ്ങനെ റാൻഡമായിട്ട് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ റാൻഡം കീ നമ്പർ ജനറേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് തന്നെ ഇതിന് വേണ്ടി ഉണ്ടാവണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഈ പറയുന്ന കീ ഓരോ സമയത്തും റാൻഡംലി കണ്ടിന്യൂസ് ആയിട്ടോ സീക്വൻഷ്യലി ഒന്നും കീ വന്നുകൂടാ. കാരണം കീ എന്തെങ്കിലും ഇൻഫർമേഷൻ കീയെ പറ്റി കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്കേഴ്സിനെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ റാൻഡം ആയിട്ടുള്ള വാല്യൂസ് ഇങ്ങനെ കീയുടെ രൂപത്തിൽ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ XOR ഓപ്പറേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് റാൻഡംനെസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കീ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് സെക്കൻഡ് മെയിൻ ഡിസൈൻ ക്രൈറ്റീരിയ. ഇനി മൂന്നാമത്തത്, നിങ്ങൾ ഈ പറയുന്ന ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്താണെന്നറിയാലോ. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എല്ലാ പോസിബിലിറ്റീസും ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന ശ്രമമാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. അത്തരത്തിലുള്ള ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സിനെ എല്ലാം പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ കീ എന്ന് പറയുന്നത് വളരെ വലിയ കീ ആണെങ്കിൽ അത്രയും നല്ലത്. അത്രയും പെട്ടെന്നൊന്നും അറ്റാക്കേഴ്സിന് അറ്റാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത് പറഞ്ഞ എന്താ, ഈ കീ സ്ട്രീം എന്ന് പറഞ്ഞാൽ റാൻഡംലി പ്രൊവൈഡ് ചെയ്യുന്ന കീ സ്ട്രീം ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു സീക്വൻഷ്യലോ അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗും അവർക്ക് ആ കീയിൽ നിന്നും കിട്ടാൻ പറ്റരുത്. മൂന്നാമത് പറയുന്നത് കീയുടെ വലിപ്പം തന്നെ വളരെ വലുതാണെങ്കിൽ മാത്രമേ റാൻഡമായിട്ടുള്ള കീ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത് എന്താ പറയുന്നത്? നമുക്ക് ഇത്തരത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ബ്ലോക്ക് സിഫറിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് സ്ട്രീം സിഫർ വെച്ച് നിങ്ങളുടെ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് സ്ട്രീം സിഫറിൽ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ കീയുടെ കാര്യം, കീ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുക, കീയുടെ വലിപ്പം വളരെയധികം വലുതാക്കുക, അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം ചുരുങ്ങിയ ചിലവിൽ കോസ്റ്റ് എഫക്റ്റീവാണ് നമ്മുടെ സ്ട്രീം സിഫേഴ്സ് എല്ലാം. വളരെയധികം ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കൂടുതൽ സെക്യൂറായിട്ട്, ബ്ലോക്ക് സിഫേഴ്സിനേക്കാൾ കൂടുതൽ സെക്യൂറായിട്ട് നമ്മുടെ ഡേറ്റയെ സെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് വാട്ട് ആർ ദ ഡിസൈൻ കൺസിഡറേഷൻസ് ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ വൈൽ യു go for
സ്ട്രീം സിഫർ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് RC4 ആണ്. ശ്രദ്ധിക്കുക, RC4 വാസ് ആക്ച്വലി ഇൻവെൻറ്റഡ് ഇൻ ദി 1987 ബൈ റോൺ റിവസ്റ്റ്. ഓക്കെ, റോൺ റിവസ്റ്റ് എന്ന് പറയുന്നത് RSA എന്ന് പറയുന്നൊരു ഫേമസ് അൽഗോരിതം ജനറേറ്റ് ചെയ്ത 3 ആൾക്കാരിൽ ഒരാളാണ് റോൺ റിവസ്റ്റ്. ഇൻ ദി 1987 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവെൻറ്റ് ചെയ്തത്. ശരിക്കും ഇത് ഒരു ബൈറ്റ് ഓറിയൻറ്റഡ് ഓപ്പറേഷനാണ്. ശരിക്കും ഞാൻ പറഞ്ഞു സ്ട്രീം സിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിരിക്കും എൻക്രിപ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഒരു ബൈറ്റ് വരെ നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്യാം അല്ലേ. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. 8 ബിറ്റ് വരെ ഒരു സമയത്ത് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് വിടാം. അല്ലാതെ അതിൽ കൂടുതൽ പറ്റത്തില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്ട്രീം സിഫറിൽ. അപ്പോൾ ഇവിടെ ഇത് ബൈറ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് 8 ബിറ്റ് വരെ, ഒരു ബൈറ്റ് വരെ കൺസിഡർ ചെയ്തിട്ട് എൻക്രിപ്ഷൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ പറയുന്ന RC4. ഓക്കെ, അപ്പോൾ റാൻഡം പെർമ്യൂട്ടേഷൻ, ദാറ്റ് മീൻസ് റാൻഡമായിട്ട് കീ ജനറേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഇവരിവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ്. ഓക്കെ, SSL TLS പോലെയുള്ള നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം ഇത് വൈഡ്ലി യൂസ്ഡ് ആണ്. SSL എന്ന് പറഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ലെയർ, TLS എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി, അതുപോലുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം വളരെയധികം വ്യാപകമായി യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതമാണ് RC4. ഓക്കെ, ഇറ്റ് വാസ് ആക്ച്വലി കെപ്റ്റ് സീക്രറ്റ്. പക്ഷേ ശരിക്കും ഇത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുമായിരുന്നു, കണ്ടുപിടിച്ചിട്ടും ഇത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ പല പബ്ലിക്കേഷൻസിൽ ഇത് വന്നതിന് ശേഷമാണ് ഇത് എല്ലാവരും പോപ്പുലറായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കും. ഇപ്പോൾ RC4 നോക്കി, RC4 വെച്ച് ഒരു കീ സ്ട്രീം തന്നെ ഓരോ സമയത്തും നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജുമായിട്ട് XOR ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ടു ജനറേറ്റ് ദ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും നടക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും പഠിച്ച അൽഗോരിതംസിൽ നിന്നും വ്യത്യാസമായി ഈ RC4 കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലാതെ മനസ്സിലാക്കി എഴുതാവുന്നതിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുണ്ട്. ദാറ്റ് മീൻസ് RC4 എന്ന് പറയുന്ന അൽഗോരിതം ശരിക്കും 2 സബ് അൽഗോരിതംസ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കീ ഷെഡ്യൂളിംഗ് അൽഗോരിതവും വളരെയധികം RC4 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ദ only modern stream cipher that we are studying is RC4. അപ്പോൾ അതൊരു കാരണവശാലും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ RC4 എന്ന് പറയുന്നത് 2 സബ് അൽഗോരിതംസ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് സബ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഷെഡ്യൂളിംഗ് അൽഗോരിതവും, സെക്കൻഡ് സബ് അൽഗോരിതം എന്ന് പറയുന്നത് സ്യൂഡോ റാൻഡം നമ്പർ ജനറേഷൻ അൽഗോരിതം. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RC4 ഇങ്ങനെ റാൻഡമായിട്ട് കീ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് ഓരോ സമയത്തും പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിലെ ഓരോ ബൈറ്റിനെയും എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഈ പറയുന്ന കീ ഷെഡ്യൂളിംഗ് അൽഗോരിതവും അതുപോലെ സ്യൂഡം റാൻഡം നമ്പർ ജനറേഷൻ അൽഗോരിതം വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഓരോ സ്റ്റേറ്റിനും ആവശ്യമായ റാൻഡം നമ്പേഴ്സ് എങ്ങനെ ഇത് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കാനില്ല, മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. ദാറ്റ് ഇസ് ദ ഓൺലി വേ ദാറ്റ് വി ക്യാൻ ഡു ഹിയർ. ഓക്കെ, അപ്പോൾ ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. അപ്പം ജസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സബ് അൽഗോരിതംസ് വെച്ചാണ് RC4 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ സബ് അൽഗോരിതംസ് എന്താണ് പറയുന്നത് എന്നുള്ളത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, കൂടുതൽ എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സിംപ്ലി മെമ്മറൈസ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദെൻ യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ് വെൻ ഇറ്റ് ഇസ് ആസ്ക്ഡ് ഫോർ ദി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ RC4. ഇതിലെ ഡീക്രിപ്ഷൻ സൈഡ് നമുക്ക് കൂടുതലായിട്ടൊന്നും ഫോക്കസ് ചെയ്യാനില്ല, ബിക്കോസ് വാട്ട് ഇസ് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ദ എൻക്രിപ്ഷൻ സൈഡ് ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻ തന്നെയാണ് ഡീക്രിപ്ഷനിൽ നടക്കുന്നത്. കൂടുതൽ എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി, ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്റ്റഡി ദിസ് RC4 ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ്. ഓക്കെ.